തിരികെ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെക്കൻ മേഖല അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അവലോകന യോഗമാണ് ചേരുന്നത്. വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് യോഗത്തിൽ പരിഹരിക്കും. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് മറ്റ് വിശദാംശങ്ങളുമായി. അരുൺ, ഈ യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തു, മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ 3 ജില്ലകളിലും സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള, ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, അതിൻ്റെ വിലയിരുത്തലാണ് പ്രധാനമായും ഉണ്ടാവുക. ഈ മുന്നോട്ട് പോകുന്ന പദ്ധതികളിൽ ഏതെങ്കിലും തടസ്സങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അത് മുടങ്ങിക്കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് വേഗക്കുറവുണ്ടെങ്കിലോ അത് പരിഹരിക്കുക എന്നാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വിശദമായ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കും. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നതുകൂടി സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അതുകൂടി ഈ യോഗങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയും. സർക്കാരിന് വിവിധ മിഷനുകളുണ്ട്. ആ മിഷനുകളുടെ അവലോകനവും ഈ പദ്ധതികളുടെ അവലോകനവുമാണ് മറ്റു പ്രധാനപ്പെട്ട അജണ്ട. ഈ യോഗത്തിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, വികസന പദ്ധതി, സർക്കാരിന്റെ നിലപാട് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയും. ജില്ലാ കളക്ടർമാർ വിഷയം അവതരിപ്പിക്കും. 12:45 ക്ഷമിക്കണം, ആദ്യം മുഖ്യമന്ത്രിയല്ല, ആദ്യം ജില്ലാ കളക്ടർമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. പിന്നീട് മുഖ്യമന്ത്രി ഉപസംഹാരം പ്രസംഗം നടത്തും. അതിനുശേഷം 3 ജില്ലകളിലും ഈ മേഖലയിലെ ക്രമസമാധാന നില എങ്ങനെയാണ്, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി സംസാരിക്കും. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് അധ്യക്ഷന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.